Alhamdulillah Alhamdulillahi Rabbil Alamin Alladhi hadana lihadha wa ma kunna linahtadiya lawla an hadana Allah Thumma as-salatu was-salamu ala ashrafil anbiya'i wal mursalin wa ala alihi wa ashabihi wa man istanna bi sunnatihi ila yawmiddin amma ba'd Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടെ പരിശുദ്ധമായ റമദാനിൻ്റെ ഈ സായാഹ്നത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ് നമുക്ക്. അള്ളാഹു ഈ ഒരുമിച്ച് കൂടലും അതിനുവേണ്ടി നാം ചെലവഴിക്കുന്ന ഊർജവും സമയവുമെല്ലാം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അത് മയ്യിത്തായിരിക്കും, അഥവാ മരണപ്പെട്ട രൂപത്തിലായിരിക്കും, അത് കഠിനമായിരിക്കുമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം എന്നാൽ അതിഗൗരവമുള്ള ഒരു കാര്യമെന്ന നിലക്കും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ശരിയായ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ സത്യവിശ്വാസിയാകണമെന്നുണ്ടെങ്കിൽ അവൻ 6 കാര്യങ്ങളിൽ വിശ്വസിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണെങ്കിൽ അതിലെ 6ാമത്തെ അവസാനത്തെ വിഷയം ഖദറിലുള്ള ഖദറിലുള്ള വിശ്വാസമാണ്. അതിന് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസം. ആ ഒരു വിശ്വാസം അഥവാ ഏതൊരു നന്മയും തിന്മയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നതാണ് എന്നുള്ള വിശ്വാസം, അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസത്തിൽ കോട്ടം സംഭവിച്ചിരിക്കുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കാണാം. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഇരുട്ടുള്ള രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പ് അരിച്ചു വരുന്നത് പോലെ അറിയാത്ത രൂപത്തിൽ ശിർക്ക് കടന്നു വരുമെന്ന്. അത് കടന്നു വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ. മുമ്പൊരിക്കലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊരു അധ്യാപകൻ, കുവൈത്തി ആയിട്ടുള്ളൊരു അധ്യാപകൻ തന്നെ, അദ്ദേഹം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ദഅവ വിഷയവുമായി പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഒരു ക്ലാസ്സിൽ ചെറിയ കുട്ടികൾക്ക് അദ്ദേഹം ക്ലാസ് കൊടുത്ത് എടുക്കുന്ന സമയത്ത് സംഭവിച്ചൊരു വിഷയം, കുട്ടികൾക്ക് ശിർക്കിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ചെയ്തൊരു കീസ് എടുത്ത് കൊണ്ടുവന്നിട്ട്, കുട്ടികളാണല്ലോ പെട്ടെന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു കീസിൽ കുറേ സാധനം വെച്ചിട്ട് കൊണ്ടുവന്നിട്ട്
അവരോട് പറഞ്ഞു, തൗഹീദ് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഷിർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുഴുവൻ ഷിർക്കാണെന്ന് പറഞ്ഞു. കുട്ടികളൊക്കെ ഒന്ന് അത്ഭുതത്തോട് കൂടി ഇതെന്താ സംഭവം. അപ്പം അദ്ദേഹം ആ ഒരു ബോക്സ്, ആ കീസ് തുറന്നിട്ട് അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പുറത്തെടുത്തു. അപ്പോൾ കുട്ടികൾ ഓരോന്ന് പറഞ്ഞു, ഇതിൻ്റെ ഉമ്മാൻ്റെ കയ്യിലുണ്ട്, ഇതിൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മ കാലുമ കെട്ടണ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ കുട്ടികൾ ഉത്തരം പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളുകളായിട്ട് പോലും പല ആളുകളുടെയും ജീവിതത്തിൽ അറിയാതെ ഷിർക്കിൻ്റെ അംശങ്ങൾ കടന്നു വരുന്ന ഈ ഒരു കാരണമുണ്ടായിരുന്നു. എന്താണ്? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എല്ലാ ഖൈറുകളും ഷർറുകളും. എന്നാൽ തന്നെ ചില കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്, നന്മകൾക്കും അതുപോലെ തന്നെ തിന്മകൾക്കും. ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, നല്ലത് കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് ശമ്പളം കിട്ടാമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം. അത് പോയി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഹലാലായിട്ടുള്ള ശമ്പളം. അതുപോലെ തന്നെ ഒരു തിന്മ സംഭവിക്കാം, റോഡിൽ ഇറങ്ങിയിട്ട് വണ്ടി ഓടുന്ന സമയത്തോടെ പോയിരുന്നാലും എന്ത് ചെയ്യും? അവിടെ വണ്ടി ഇടിക്കും, നമുക്ക് ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ്, നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ. ഇതേപോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും നന്മകൾ കൊണ്ടുവരാനും തിന്മകളെ ഒഴിവാക്കാനുള്ള കാരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഉദാഹരണത്തിന്, തിന്മകളെ അകറ്റി നിർത്താൻ ഒരു വീട്ടിൽ നിന്ന് പിശാച് അകന്നു പോകും സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ എന്നുള്ള ഹദീസ് നമുക്കൊക്കെ അറിയാം. നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ് എന്നുള്ളത്. കാരണം പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അഊദു ബില്ലാഹ് എന്ന് പറയുന്നത്, അല്ലാഹുവിനോട് ശരണം എന്ന് പറയുന്നത് പിശാചിന്റെ വിഷയത്തിൽ. മാനുഷികമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കിപ്പോൾ ഒരാളുടെ അടുത്ത് ശത്രുത ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിട്ട് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ അയാൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമൊക്കെ സ്വീകരിക്കാം. പക്ഷെ പിശാചിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് പടച്ചോന്റെ അടുത്തു നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുന്ന അഊദു ബില്ലാഹ് എന്ന് പറയും. അപ്പോൾ പിശാചിനെ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടി സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ പോലെയുള്ളതൊക്കെ ഈ രൂപത്തിൽ തിന്മകളെ അകറ്റി നിർത്താൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടാണ്. എന്നാൽ പലപ്പോഴും ചില കാര്യങ്ങൾ അതിൽ തിന്മയുണ്ട് അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു വിശ്വാസം ആളുകളുടെ ഇടയിലേക്ക് പല രൂപത്തിലായിട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നഹ്സ്, അതുപോലെ തന്നെ തതയ്യുർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് 3 രൂപത്തിലാണെന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാം. ഒന്ന്, മർഈയായിട്ടുള്ള അഥവാ കാണുന്ന ചില വിഷയങ്ങൾ. നമുക്കൊക്കെ അറിയാം, ഒരു കേട്ട് പരിചയമുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു വിഷയമാണ്. ഒരാൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു പൂച്ച, കറുത്ത പൂച്ച പോയാൽ അന്നത്തെ ദിവസം ശരിയല്ല, തിരിച്ച് ആ പണിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാരണത്തെ അത് നമുക്ക് ഉപദ്രവം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അവിടെ കോപം പറ്റി, അള്ളാഹുവിങ്കൽ നിന്നാണ് നന്മയും തിന്മയും എന്നുള്ള വിശ്വാസത്തിനാണ് അവിടെ പ്രശ്നം പറ്റുക. മനസ്സിലായോ? ആ പൂച്ച പോയത് കാരണം നമുക്കൊരു ഉപദ്രവം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പതിലുള്ള വിശ്വാസത്തിനെ തന്നെ കോട്ടം പറ്റും. അതുപോലെ തന്നെ മൂങ്ങനെ കണ്ടാൽ, അതല്ലാന്നുണ്ടെങ്കിൽ അവറായിട്ടുള്ള കണ്ണ് കാണാത്ത ഒരാൾ അല്ലെങ്കിൽ മുടന്തനായ ഒരാളെ കണ്ടാൽ ഇന്നത്തെ ദിവസം ശരിയല്ല, തിരിച്ച് വീട്ടിലേക്ക് പോരും. ഒരു രാജാവിൻ്റെ കഥ പറയാറുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഒരു മുടന്തനായിട്ടുള്ള ഒരാളെ കണ്ട്. അപ്പോൾ അയാൾ ഉടനെ തന്നെ പിടിച്ച് ജയിലിലാക്കി. അയാൾ അന്നത്തെ ദിവസം മോശമായി എന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തായിരുന്നു പ്രശ്നം, എന്തിനെന്നെ തടവിലാക്കി? പറഞ്ഞു, നിന്നെ കണ്ടതുകൊണ്ട് എൻ്റെ ദിവസം മോശമാകും, അതുകൊണ്ടാണെന്ന്. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ല, നല്ല ദിവസമായിരുന്നു. അപ്പം എൻ്റെ ദിവസം ഇന്നത്തെ മോശമായിരുന്നു, കാരണം ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടാണ്. അപ്പൊ രാജാവിനെ കണ്ടതുകൊണ്ട് എൻ്റെ ദിവസം മോശമായി, കാരണം ഞാൻ തടവറയിലാണ്, നിങ്ങളെ ദിവസം നല്ല ദിവസമാണ്. രാജാവ് അയാൾ സത്യം മനസ്സിലാക്കി അയാൾ പറഞ്ഞു വിടുകയും ചെയ്യും. അപ്പൊ ഇതേപോലെയാണ് പല കാര്യങ്ങളും.
ഒരിത്തിരി ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ പൂച്ചനെ കുറിച്ച് പറയാറുണ്ട്, പൂച്ച ചാടി പോവാണെങ്കിൽ പൂച്ചയ്ക്ക് നമ്മളെക്കാട്ടി തിരക്കുണ്ടെന്ന് മനസ്സിലാക്കുക, അല്ലാതെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരല്ല ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ ഏതൊരു വിഷയം കണ്ണുകൊണ്ട് കാണുന്ന ചില വിഷയങ്ങളിൽ, പിന്നെ ഇതേപോലെ ഒരു ജീവിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില മനുഷ്യന്മാരെ കാണുമ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളുമായിട്ട് തിന്മയെയും നന്മയെയും തട്ടിച്ചു വെക്കുക. അതിന് നല്ലതാണെങ്കിലും ചില പ്രത്യേക ഒരു സീന് കാണുമ്പോൾ, ഒരു നല്ല പൂവ് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ, ഇത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ട് കണ്ടിട്ടില്ലാത്തായിരിക്കും, പക്ഷെ മറ്റു പല രാജ്യങ്ങളിലും ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാരണത്തെ വെച്ചിട്ട് അതിനെന്ത് ചെയ്യാം, അതിനെ നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും കൊണ്ടുവരാൻ അതിന് കഴിവുണ്ടെന്ന് വിശ്വസിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഖദാ ഖദറിന്റെ വിഷയത്തിലാണ് അവിടെ ഇത് വരുന്നത്. ഇത് അമ്പിയാക്കളോട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പിയാക്കളോട് പറയും, ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വന്നത്. ആരോട്? നബിമാരോട്. ഞങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നിങ്ങൾ വന്നതുകൊണ്ടാണ്. നബിമാരവരോട് പറഞ്ഞു, തോഹിറുക്കും മഅക്കും, നിങ്ങളുടെ തിന്മകൾ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് വന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ നമുക്കൊക്കെ അറിയാം, ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു എന്ന് പറയുന്ന ആയത്തിൽ അവിടെ പറയുന്നത് ഇന്ന തോഹിറുക്കും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലാണ്. നന്മയും തിന്മയൊക്കെ പടച്ചവനാണ് നിശ്ചയിക്കുന്നത്. ഖൽഖൻ, അതിന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിലാണ് എന്ന്. അതുപോലെ തന്നെ മസ്മൂആയിട്ട്, ആദ്യം പറഞ്ഞ കാഴ്ച സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ. പിന്നെ മറ്റു ചിലതാണെന്ന് മസ്മൂ, കേൾക്കുന്നത്. ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് മോശമായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മോശമായിട്ടുള്ള പേരുകൾ വിളിക്കുന്നത് കേട്ടാൽ, ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നതായിരിക്കും അല്ലേ. ഒരാളെ കണ്ടാൽ ഇന്നത്തെ ദിവസം മോശം, അറിയാതെ പോലും പറഞ്ഞു പോവാറുണ്ട് പലപ്പോഴും. പക്ഷെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഓനെ കണ്ടതോടെ ഇന്നത്തെ ദിവസം മോശമായി, നഊദുബില്ല. ഓനെന്താണ് ചെയ്ത്? അതാണ് പോയി നേരത്തെ പറഞ്ഞ രാജാവിൻ്റെ കഥ പറഞ്ഞത്. ഒരാളെ കണ്ടത് കൊണ്ടോ ഒരാളെ കാണാത്തത് കൊണ്ടോ ഒന്നും നമ്മുടെ ജീവിതത്തിന് കോട്ടം വരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയോ തിന്മയോ ഒന്നും അത് കാരണം സംഭവിക്കുന്നില്ല. അതുപോലെ എന്തെങ്കിലും മോശം വാക്കുകൾ നമ്മളെ പിന്നെ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വാക്കുകൾ ആരെങ്കിലും പറയുന്നത് കണ്ടാൽ, ഇതേപോലെ കേൾവി സംബന്ധമായി. അതുപോലെ തന്നെ മൂന്നാമത്തെ മഅലൂം, ചില അറിവുകൾ, കേട്ട് പരിചയിച്ച ഒരുപാട് കാര്യങ്ങൾ. അതിൽപ്പെട്ടപ്പോൾ ഉദാഹരണം, ചില ദിവസങ്ങൾക്ക് നഹ്സ് നിശ്ചയിക്കാം. ചില ദിവസങ്ങൾ അന്നേ ദിവസം നല്ലതൊന്നും ചെയ്യാൻ പാടില്ല. മുഹൂർത്തം നോക്കലൊക്കെ ചില ഇതര മുസ്ലിങ്ങളല്ലാത്ത ചില വിഭാഗങ്ങൾക്കിടയിൽ നമുക്ക് കാണാം. അതുപോലെയുള്ള ചില കാര്യങ്ങൾ മുസ്ലിമുകൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എന്ത്? ചില ദിവസങ്ങൾ അന്ന് കല്യാണം നടത്താൻ പാടില്ല, അന്ന് വീട്ടിൽ കുടിയിരിക്കാൻ പാടില്ല, ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ചെയ്യാൻ പാടില്ല അല്ലെ. ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. ചില വീടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നഊദുബില്ല, ഒരാള് അയാൾ ആക്സിഡൻ്റ് ആയിട്ട് മരണപ്പെട്ടതിന് ശേഷം, മുസ്ലിമായിട്ടുള്ള ഒരാൾ തന്നെയാണ്, ആ ആക്സിഡൻ്റായി മരണപ്പെട്ടതിന് ശേഷം അയാളുടെ വീട്ടിലേക്ക് ചില പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ വിളിച്ചു വരുത്തിയിട്ട് ആ വീട്ടുകാർ അന്വേഷിച്ചിട്ട് അതിന് കാരണം കണ്ടെത്തി വെച്ചാൽ അവരുടെ കക്കൂസും പിന്നെ അടുക്കളയും തമ്മിൽ സ്ഥലം മാറ്റണം എന്നാണ്. അത് കാരണം അവർക്ക് ഈ പ്രയാസം വന്ന് അയാൾ മരണപ്പെട്ടു പോയത്. നഊദുബില്ല. അപ്പൊ ഈ രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് വിശ്വാസത്തിന്റെ അപ്പുറത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കടന്നു വരാൻ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ എന്താണ് കാരണമായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ അദ്വ വലാ തുയറത വലാ ഹാമ വലാ സഫറ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതിനെ മറ്റൊരു കൂട്ടിച്ചേർക്കലുമായിട്ട് വലാ നൗഅ വലാ ഗൂല എന്നുകൂടെ പറയുന്നതായിട്ട് കാണാം. അതായത് അദ്വ, ഒരു രോഗം പകരുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ തുയറ, നേരത്തെ പറഞ്ഞ പോലെ തശാഉം, ഭാഗ്യക്കേടോ അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവലോ, അതുപോലെ തന്നെ വലാ ഹാമ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീവിനെ കാണുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ, ഒരു മൂങ്ങയെ കണ്ട, ഒരു കാക്കയെ കണ്ട, ഒരു പൂച്ചയെ കണ്ട പോലുള്ള വിഷയങ്ങളൊക്കെ. വലാ സഫർ, സഫർ മാസത്തിൽ അതിൽ നഹ്സുള്ള മാസമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നീട്ടിവെക്കല്. 2-3 വിശദീകരണം അതിന് കാണാൻ സാധിക്കും. ഒന്ന് ഷഹർ സഫർ മാസത്തിന് എന്നുള്ള രൂപത്തിൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ അത് പിന്നെ ചില ജീവികൾക്ക് ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നുള്ള രൂപത്തിനൊക്കെ അതിന് തഫ്സീർ കൊടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ വലാ നൗഅ,
മനാസിലുൽ ഖബർ, ചന്ദ്രൻ അതിൻ്റെ ഇതിനനുസരിച്ച്, ഗ്രഹണത്തിനനുസരിച്ച്, നക്ഷത്രങ്ങളുടെ നിലയനുസരിച്ചൊക്കെ ചില ദിവസങ്ങൾക്ക് നന്മയും ചില ദിവസം മോശമാണ് എന്നൊക്കെ നിശ്ചയിക്കുന്ന വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ അത് ശിർക്ക് ആണ് എന്ന് പോലും പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കിതാബ് തൗഹീദിന്റെ ശറഹ് എഴുതിയ സമയത്ത് ഓരോ നാട്ടിലെ പണ്ഡിതന്മാർക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ, അത് നമ്മൾ ഉദാഹരണങ്ങൾ എണ്ണിയാൽ നിൽക്കൂല അല്ലെ. ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ കാണും. ഈ രൂപത്തിൽ ഒരുപാട് കാണും. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 ഉദാഹരണങ്ങൾ. ഒരാള് വിവാഹം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, പെണ്ണ് കാണാൻ പോയി, പെണ്ണിനോട് പേര് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന പേരാണെങ്കിൽ നല്ലതാണ്, അയാൾക്കൊരു വലിയൊരു രസമില്ല എന്ന് തോന്നുന്ന പേരാണെങ്കിൽ ആ കുട്ടി പോരാ എന്ന രൂപത്തിൽ ഒരു വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസം നിശ്ചയിച്ചിട്ട് പോകും. നേരെ മറിച്ച് ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ പേര് പിന്നീട് അറിഞ്ഞ് നല്ല പേരാണ് എന്ന് പറയുന്നത് അത് വേറെ. ഒരാളെ പേര് നല്ല പേരാണ് എന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പറയുന്ന വിഷയം വേറെ. നേരെ മറിച്ച് അതിനനുസരിച്ച് നമ്മുടെ തീരുമാനം എടുക്കുന്നത്, ഇല്ല ഈ തീരുമാനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോയാൽ അതെനിക്ക് ജീവിതത്തിൽ ദോഷം സംഭവിക്കും എന്ന രൂപത്തിൽ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ തുറന്നിട്ട് പുറത്തിറങ്ങാണ്, ഇന്ന് നല്ലതാണോ ചീത്തതാണോ നിശ്ചയിക്കാം. ഖുർആൻ തുറന്നിട്ട് ഇങ്ങനെ നോക്കുക, ഫസ്റ്റ് കാണുന്ന ആയത്ത് ഇത് പിന്നെ നരകത്തെക്കുറിച്ചാണ്, ഇന്നത്തെ ദിവസം മോശം, അപ്പം ഇന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല. സ്വർഗത്തിനെ കുറിച്ചാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് ഓക്കെയാണ്, ഇന്ന് പ്രശ്നമില്ല, നല്ല സ്വർഗത്തിനെ കുറിച്ചാണ് എന്ന രൂപത്തിലൊക്കെ തീരുമാനം എടുക്കും. ഇതൊക്കെ പല നാടുകളിൽ നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. ഇതേപോലെ പല വിഷയങ്ങളും നമ്മുടെ നാട്ടിലെ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, പല കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും നമ്മുടെ തീരുമാനമെടുക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ദിവസം ഒരു പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തവക്കുൽ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാം. അതല്ലാതെ അതിനെ ഇന്ന രൂപത്തിൽ പിന്നെ ഒരാളെ കണ്ടതുകൊണ്ടോ ഒരു ജീവിയെ കണ്ടതുകൊണ്ടോ ഒന്നും നമുക്ക് നന്മയോ തിന്മയോ വരൂല. കുല്ലുഹു മിനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഇത് തീർത്തും അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത്, ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് സംഭവിച്ച വേറെ ചില പ്രശ്നങ്ങളും ഇതിനേക്കാൾ ഗൗരവമുള്ള വിഷയം. അഥവാ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചില മാർഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഏലസ് കെട്ടൽ, അതുപോലെ തന്നെ ചില ചരടുകൾ കെട്ടൽ, അതുപോലെ തന്നെ ഊതി മന്ത്രിച്ചുകൊണ്ടുള്ള ചില വിഷയങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഓരോന്ന് എണ്ണി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ ചില ഉദാഹരണങ്ങൾ മാത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ഒരാള് ഏലസ് കെട്ടിയാൽ അവന് ശിർക്ക് ചെയ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുള്ളത്. വ്യക്തമായിട്ടുള്ള ഹദീസ്, അതിനൊരു സംശയത്തിനുള്ള വിഷയമല്ല. മൻ തഅല്ലഖ എന്ന് ഇതിൽ കാണാം. അപ്പൊ ഈ രൂപത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭാഗ്യക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിവാഹം നടക്കുന്നില്ല. അപ്പൊ ഒരാളെടുത്ത് പോയിട്ട് ഒരു തങ്ങളെടുത്ത് പോയി, അയാൾ ഇതിന് ഇന്ന കാര്യം ചെയ്താൽ മതി, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന രൂപത്തിൽ ഇന്ന ആളെ കണ്ടാൽ മതി, ഇന്ന പിന്നെ ഇത്ര പ്രാവശ്യം ചൊല്ലിയിട്ട് ഒരു ചരടെടുത്ത് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ അയാൾ കെട്ടിത്തരുന്ന ഒരു ചരട്, ഈ പോലെയുള്ളതൊക്കെ എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഉസ്താദിന് മുമ്പിൽ ചെറിയ കുട്ടികൾ പറഞ്ഞു, അതിൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ, ഉപ്പാൻ്റെ കാലുമ്മല്, വല്യമ്മാൻ്റെ അടുത്ത് ഒക്കെ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രൂപത്തിലുള്ള വിഷയം അതും പരിപൂർണമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ അസൂയ, അത് ചില രൂപത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. ഒരാൾക്ക് അസൂയ തോന്നുന്നു, ഐന്, അതുപോലെ തന്നെ സിഹർ പോലെയുള്ള വിഷയങ്ങളൊക്കെ പല രൂപത്തിലും മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസിൽ അതുപോലെ ആയത്തുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും അറിയൂല. കാരണം അത് അദൃശ്യമായിട്ടുള്ള വിഷയങ്ങളാണ്, നമുക്ക് നേരിട്ട് കാണാനോ അറിയാനോ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ പടച്ചോ നിശ്ചയിച്ച ചില സബബുകളാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത്, അതുപോലെ തന്നെ പിന്നെ മുഅവ്വിദാത്ത്, സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും പാരായണം ചെയ്യുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പോലെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുമായിട്ടുള്ള ദിക്റുകളും പ്രാർത്ഥനകളും അതുപോലെ തന്നെ മന്ത്രങ്ങളും, അതിനാണ് റുഖിയ്യത്തു ശർഇയ്യ എന്ന് പറയാം. ഇവിടെ ഓരോ പള്ളിയിൽ പോയാൽ നമുക്ക് കാണാം ശർഇ ആയിട്ടുള്ള മന്ത്രങ്ങൾ. റുഖിയ്യ എന്ന് പറഞ്ഞാൽ മന്ത്രമാണ്.
ശർഈ പറഞ്ഞാൽ ശർഈ ആയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്ന ചില മന്ത്രങ്ങളുണ്ട്, ചില ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അത് പറയപ്പെട്ട സ്ഥലങ്ങളിൽ നമുക്ക് ചൊല്ലാവുന്നതാണ്. അതല്ലാതെ അതിന് പകരം അതിനോട് ഖിയാസാക്കിയിട്ട് മറ്റു പലതും ചെയ്യാനോ അത് പാടില്ലാത്തതുമാണ്. കാരണം ദീന് അത് തൗഖീഫിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നേ മാത്രമേ ചെയ്യാനും പാടുള്ളൂ. തമീമത്തിന്റെ വിഷയത്തിൽ തന്നെ ഇപ്പൊ ഖുർആൻ എഴുതിയിട്ട് ഏലസ് കിട്ടുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഇടയിൽ ഇഖ്തിലാഫ് ഉള്ളതാണ്, ഭിന്നാഭിപ്രായമുള്ളതാണ്. ചില പണ്ഡിതന്മാർ അത് ജായിസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനവർ കാരണമായിട്ട് പറഞ്ഞ് ഖുർആൻ പറയുന്നുണ്ട് ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഖുർആൻ എന്താണ്, ആ ശിഫയാണ്, രോഗശമനമാണ് എന്ന ആയത്ത് തെളിവ് പിടിച്ചിട്ട് അവർ പറഞ്ഞു. കാരണം അവിടെ ഇന്ന രൂപത്തിലാണ് എന്ന് മാത്രം പരിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യാം, അത് എഴുതിയിട്ട് കെട്ടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ അതും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. കാരണം 2-3 കാരണങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, അങ്ങനെ കെട്ടുന്നത് ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും, ഒരു വസ്വാസം ഉണ്ടാക്കും. അങ്ങനെ ഏലസ് കെട്ടുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു രൂപത്തിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് അത് എത്താനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്റക എന്ന ഹദീസിൽ പറഞ്ഞ് ഖുർആൻ കൊണ്ടുള്ളതോ അല്ലാത്തത് എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ തമീമത്തുകളും എല്ലാ ഏലസുകളും എന്താണ്, ശിർക്കാണ് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതും പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അങ്ങനെയാണ്. എന്താണ്, ഖുർആൻ കൊണ്ടുള്ളതാണെങ്കിലും ഏലസ് കെട്ടാൻ പാടില്ല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാരണം, അത് ഖുർആനിന്റെ ആയത്തുകളോടൊരു പുച്ഛം കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ ഒരു ഏലസ് കെട്ടിയിട്ടായിരിക്കും ബാത്റൂമിൽ പോലെ നജസായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആവാനുള്ള സാധ്യത പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ 3-4 കാരണങ്ങൾ ഖുർആൻ കൊണ്ടുള്ളതാണെങ്കിൽ പോലും പാടില്ല എന്ന് പറയുമ്പോൾ അല്ലാത്തതിനെ കുറിച്ച് പിന്നെ ചോദ്യമേ ഇല്ല. ചില മന്ത്രവാദങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ഒക്കെ വെച്ച് കണ്ടുള്ള വിഷയങ്ങൾ. ഇത് നമ്മൾ പോലും അറിയാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കാണാറുള്ള മഹറിന്റെ മാല അയച്ചു വെക്കാൻ പാടില്ല, അല്ലെ? മഹറിന്റെ മാല അയച്ചു വെക്കാൻ പാടില്ല, ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം പറ്റും. വിവാഹത്തിനിട്ട മോതിരം അത് ഊരാനേ പാടില്ല, അത് ഊരിയിട്ട് പറ്റും. ഇതൊക്കെ ആ ഒരു ഓരോ രൂപത്തിലുള്ള മറ്റ് പല മതങ്ങളിൽ നിന്നും കടന്നു വന്നതായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സബബായിട്ട് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സബബായിട്ട് നിശ്ചയിക്കാൻ പാടില്ല. അത് സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കും എന്നാണ് ഒരാൾ വിശ്വസിച്ചെന്നുണ്ടെങ്കിൽ, ഒരു പൂച്ചയെ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജീവിയെ കണ്ടതുകൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ആ കണ്ടത് കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ അവിടെ ശിർക്കാണ്, ശിർക്കുൻ അക്ബർ. എന്നാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സബബായിട്ട്, ഒരു കാരണമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണെങ്കിൽ അത് ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്കാണ് എന്നുമാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാണെങ്കിലും പടച്ചോൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരൂല. ശിർക്കുൻ അസ്ഗർ ആണെങ്കിലും അക്ബർ ആണെങ്കിലും അത് കബായിർ, വലിയ പാപത്തേക്കാൾ, അതായത് കൊല, അതുപോലെ തന്നെ വ്യഭിചാരം, പലിശ വാങ്ങൽ പോലെയുള്ള കബീറത്തുകൾ പറഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയപ്പെട്ട വിഷയം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ ഇതേ രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾ, അന്ധമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മക്കോ നന്മക്കോ കാരണമായി നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നന്മക്കോ തിന്മക്കോ പാത്രമാവുമെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ബാത്തിലാവും. പടച്ചവന്റെ അടുത്തെത്തുന്ന സമയത്ത് സൂറത്തുൽ ഗാശിയയിൽ പറയുന്നുണ്ട്, അൽ-ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് തളർന്നു വരുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്, പടച്ചവന്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പടച്ചവന്റെ അടുത്ത് ഒന്നുമില്ലാതെ ഹബാ മൻസൂറ, ധൂളികളെ പോലെ പറത്തപ്പെടും. ഒരു ഓട്ടമുള്ള ബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ ആയിരിക്കും എന്നർത്ഥം. ഒന്നും ഉണ്ടാവില്ല, അതിലെങ്ങനെ നിറക്കുന്നുണ്ടാവും, അതൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും എന്ന വിശ്വാസത്തിൽ പടച്ചവന്റെ അടുത്തെത്തും, ഒന്നും ഉണ്ടാവില്ല. സൂറത്തു അൽ കഹ്ഫിന്റെ അവസാനത്തിൽ പറയുന്നു, യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ, നല്ലതാണെന്ന് കരുതിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ബിദ്അത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ബിദ്അത്തുകളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ ഓട്ടമുള്ള ബക്കറ്റിൽ വെള്ളം നിറച്ച് അങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. പടച്ചവന്റെ അടുത്തെത്തുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ തുമ്മിക്കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, നബിയുടെ പേരിൽ സ്വലാത്തല്ലേ ചൊല്ലിക്കോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, പറ്റൂല. അൽഹംദുലില്ലാ എന്ന് പറയേണ്ടടുത്ത് അൽഹംദുലില്ലാ എന്ന് പറയാം, ബിസ്മില്ലാ എന്ന് പറയുന്നത് ബിസ്മില്ലാ എന്ന് പറയാം. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പോലും പറയേണ്ടതില്ല. എന്താണോ പഠിപ്പിച്ചത് അത് അതേപോലെ ചെയ്യും. അപ്പോൾ
അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ പോലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിനെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ റമദാനിലെ ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് പ്രത്യേക എണ്ണത്തിലൊക്കെ സ്വലാത്ത് ചൊല്ലുന്നതിന് ഹുക്മ എന്തായിരിക്കും നമ്മൾ ആലോചിച്ചു. അപ്പൊ ഇതേ രൂപത്തിലുള്ള നല്ലതാണ് എന്ന് കരുതിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പടച്ചവന്റെ അടുത്തൊന്നും ഒന്നും ഉണ്ടാവില്ല. ഓട്ട ബക്കറ്റ് പോലെയായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹു പഠിപ്പിച്ചാണ്, റസൂല് പഠിപ്പിച്ചതാണ് എന്ന് നമ്മൾ ഓരോ വിഷയത്തിലും ഉറപ്പുവരുത്തേണ്ടത്. ആര് നമ്മളോട് എന്ത് പറഞ്ഞാലും അവിടെ നമ്മൾ ചോദിക്കുക, ഇത് ആരാണ് പഠിപ്പിച്ചത്, ആര് പറഞ്ഞാൽ? ഇന്ന കിതാബിലുണ്ട്, ഇന്ന ഉസ്താദ് പറഞ്ഞിട്ടില്ല. കുല്ലുക്കും ഒറ്റക്കൊറ്റക്കാണ് പടച്ചോന്റെ മുമ്പിൽ വരിക. അവിടെ സാദാത്യങ്ങളും കുബറായിങ്ങളും ഉസ്താദുമാരും വാപ്പയും ഉമ്മയും ആരും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഒറ്റക്ക് ഉത്തരം പറയണേ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത് പടച്ചോൻ ചോദിക്കും. അതിനുള്ള നമ്മൾ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണം. ജവാബ, അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുന്ന പ്രവർത്തനം കുറച്ച് പ്രവർത്തിക്കുന്നുള്ളൂ. ഉള്ള തിരക്കുകൾക്കിടയിൽ കുറച്ച് ചെയ്യുന്നത്, ആ ചെയ്യുന്നതും കൂടി പടച്ചോൻ സ്വീകരിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ പിന്നെ എന്തായിരിക്കും പടച്ചോന്റെ, എന്ത് ധൈര്യത്തിലായിരിക്കും നമ്മൾ അവന്റെ മുമ്പിലേക്ക് പോവുക? അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ പരമാവധി അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപത്തിലാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അമ്പിയാക്കളായ നബിമാരായ മക്കളെ കുറിച്ച് പോലും പറഞ്ഞത് റബ്ബി ജുനുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും നബിമാരായ മക്കളെ പോലും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ്. അതുകൊണ്ട് സദാസമയം നമ്മുടെയും ആ പ്രാർത്ഥനകളിലുണ്ടാവും, നമ്മളെയും കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും ഉമ്മയും ഉപ്പനെയും ഒക്കെ ഷിർക്കിൽ നിന്ന് വസനികളെ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന സദാസമയം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കില്ലാത്ത, കലർപ്പില്ലാത്ത, ഇഖ്ലാസോട് കൂടിയുള്ള ജീവിതത്തോടുകൂടി ഈ ലോകത്തോട് വിട പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നേരത്തെ പരിശുദ്ധ ഖുർആനെ കെട്ടിയിട്ട് ഏലസ് കെട്ടുന്ന വിഷയത്തിലും ഒരു സ്വഹാബി പറഞ്ഞിരിക്കുന്നത് അതുപോലും പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഏത് സ്വഹാബിയായിരുന്നു ഞാൻ പേര് പറഞ്ഞിരുന്നത്? മഹാനായൊരു സ്വഹാബി പറഞ്ഞു, ഖുർആൻ കൊണ്ടുള്ള തമീമത്താണെങ്കിൽ പോലും കെട്ടാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബറകല്ലാഹു ഫീക്കും. ഓക്കേ, ജസാക്കല്ലാഹു.